പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലൊക്കെ പോവാണ്. അപ്പൊ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ അങ്കിത്തിനും അബിക്കും ഒക്കെ എക്സാം ഒക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ അവരെ കൊണ്ടൊന്നും പുറത്തൊന്നും പോയില്ല എക്സാം ഒന്നും കഴിഞ്ഞിട്ട്. അപ്പം സൺഡേ കിട്ടിയപ്പോൾ വിചാരിച്ചു അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ഇപ്പൊ അവരെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വരാന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലോട്ട് പോവാണ്. ഇവിടെ നിന്നൊരു 7 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചതാണ്. നമ്മൾക്ക് അറിയത്തില്ലാത്ത ഇങ്ങനെ അമ്പലത്തെ കുറിച്ച്. അങ്ങനെ നമ്മൾ പോയി. നമ്മളിപ്പോ പോകുന്നത് ശ്രീ ദത്ത ദേവസ്ഥാൻ എന്ന് പറയുന്ന അമ്പലത്തിലോട്ടാണ്. അപ്പൊ അവിടെ പാർക്കിങ്ങിനൊന്നും സൗകര്യമില്ല. അപ്പൊ നമ്മൾ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ്. പുറത്തുനിന്ന് വെച്ചാൽ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യും. അപ്പൊ അതിന് മുനിസിപ്പാലിറ്റിയുടെ വക ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്ന് നമ്മളിപ്പോ ഈ തൊഴുന്ന മരത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷ എന്നാണ്. അത് 3 മരമായിട്ടാണ്. പക്ഷെ 3ന്റെ വേര് ഒരെണ്ണത്തിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അകത്തോട്ട് ഈ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഫോണൊന്നും എടുത്ത് വീഡിയോ എടുക്കാനെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് വിട്ടത്. കുറെ എല്ലാ സെക്യൂരിറ്റിമാരുണ്ട് കുറെ. അപ്പൊ നമുക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അകത്തുനിന്ന്. പിന്നെ ഇതാണ് മന്ദിറിന്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇതിന്റെ ഈ മെയിൻ ഗേറ്റിലോട്ട് ഇപ്പൊ കുറെ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്ന കാരണം ഇതുവഴി ആരും കടത്തി വിടുന്നില്ല. പിന്നെ കൂടുതലും ആൾക്കാർ സൈഡിൽ കൂടെ തന്നെയാണ്. അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട്, അതുവഴിയാണ് കയറി പോകുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദത്തസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ദത്തസ്വാമി എന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്ന 3 പേരുടെയും കൂടെ ഒരു പ്രതിഷ്ഠയാണിത്. ഇവിടെയാണ് മെയിൻ പ്രതിഷ്ഠ ഇരിക്കുന്നത്, ഏറ്റവും മുകളിൽ. അപ്പൊ നമ്മൾ അവിടെ കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. ഇവിടെ നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. നമ്മൾ ഇരുന്ന് നമുക്ക് നമ്മുടെ മൈൻഡ് നല്ല ക്ലിയർ ആവും അവിടെ നല്ല പ്രാർത്ഥിക്കുമ്പോൾ. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. ഇവിടെ 11:30 വരെ ഉള്ളൂ. രാവിലെ 11:30 ആകുമ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കും. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നല്ല തിരക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ അവിടുന്ന് അടുത്ത അമ്പലത്തിലോട്ട് പോയി. അടുത്തൊരു വേറെ ഗണപതി ക്ഷേത്രമുണ്ട് ഇവിടെ. അതും ഗൂഗിളിൽ തപ്പി കണ്ടുപിടിച്ചതാ. വിശാൽ ഗണപതി മന്ദിർ എന്നതിന്റെ പേര്. അപ്പം വിശാൽ ഗണപതി മന്ദിർ എന്ന് പറയുന്നതിനോട്ട് തന്നെ വലിയൊരു ഗണപതി പ്രതിഷ്ഠയുള്ള അമ്പലമാണ്. നമുക്കിനി അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മള് അമ്പലത്തിന്റെ അടുത്തെത്തി. ഈ അമ്പലവും മൊത്തവും ഫുള്ള് മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നല്ല ചൂട് സമയമാണ്, ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മള് അകത്തോട്ട് കയറാൻ തുടങ്ങിയാണ്. ഇവിടെ ആണെങ്കിൽ എല്ലാ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഇതുപോലൊരു ആമയുടെ പ്രതിഷ്ഠ കാണും. അപ്പൊ എല്ലാരും അതിലൊക്കെ തൊട്ട് തൊഴുത്തിട്ടാണ് അകത്തോട്ട് കയറുന്നത്. കയറുമ്പം തന്നെ നല്ല പോസിറ്റീവ് എനർജിയാണ്. വലിയൊരു ഗണപതിയുടെ പ്രതിഷ്ഠ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ നല്ല സൈലന്റ് ആണ്. നമുക്ക് നമ്മുടെ മൈൻഡ് നമുക്ക് കാമായിട്ട് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാകത്തില്ല. പിന്നെ നമുക്കാണെങ്കിൽ കയറി ചെന്നപ്പോ തന്നെ ഒരു ലഡു കിട്ടി. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണെന്ന് തോന്നുന്നു. കാരണം നമ്മളവിടെ പൂജയൊക്കെ ചെയ്തിട്ട് ആൾക്കാരിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നമ്മൾ കയറി ചെന്നപ്പോൾ ഒരാളിങ്ങനെ പൂജ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് ഒരെണ്ണം കിട്ടി. അങ്ങനെ അതും നല്ലൊരു സന്തോഷമായിരുന്നു. പിന്നെ എല്ലാരും വന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കല്യാണക്കുറികളും അതൊക്കെ വന്ന് കൊണ്ടുവച്ച് ആൾക്കാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് രാവിലെ 9 മണിക്ക് ഈ അമ്പലം തുറക്കത്തുള്ളൂ. ഇത് നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 6-7 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇത്രയും അടുത്ത് വലിയ അങ്ങനെ അമ്പലങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്കറിയത്തില്ലായിരുന്നു. ഇന്നിങ്ങനെ ഗൂഗിളിലൊക്കെ ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ആ അമ്പലത്തിൽ വന്ന് തൊഴാൻ പറ്റി. പിന്നെ നമ്മള് തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ കുറെ വളക്കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കണ്ടിട്ട് വാങ്ങിക്കാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഒരു ഡസൻ വളയൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഒരു കോഹിനൂർ മാൾ എന്ന് പറയുന്ന ഒരു ചെറിയ മാളുണ്ട്. അപ്പം പിള്ളേർക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആകട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ കയറി. എക്സാം ഒക്കെ കഴിഞ്ഞതല്ലേ, അപ്പം കുറച്ച് അവിടെ ആണെങ്കിൽ കിഡ്സിന് വേണ്ടിയിട്ട് എന്റർടൈൻമെന്റ് ഗെയിംസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ഉണ്ട്. നേരത്തെ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പോണോന്ന് ചോദിച്ചപ്പോ എന്നാ പോയേക്കാന്ന് പറഞ്ഞ്
വർക്ക് അങ്കിത്തിനും അബിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് അവിടെയും കൂടെ പോയി. അതിന്റെ ബേസ്മെന്റിലാണ് പാർക്കിങ്. അപ്പൊ നമ്മള് പാർക്കിങ്ങിൽ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മള് അകത്തോട്ട് കയറാൻ പോവാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അതിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോവാണ് മുകളിലോട്ട്. അവിടെ ബേസ്മെന്റിൽ തന്നെ ലിഫ്റ്റ് ഉണ്ട് മുകളിലോട്ട് കയറാനായിട്ട്. പാർക്കിങ്, പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ കോഹിനൂർ സ്റ്റോർ, മലബാർ ഗോൾഡും കല്യാൺ ജുവല്ലേഴ്സ് അതൊക്കെ ഉണ്ട്. പിന്നെ അതിന് മുകളിലോട്ടാണ് കിഡ്സും ആണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇങ്ങനെ ചെന്നിട്ട് നമ്മുടെ പടങ്ങളൊക്കെ വരച്ചു തരും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇപ്പം വൈകുന്നേരമാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്, തിരക്കൊക്കെ വരുന്നത് വൈകുന്നേരത്താണ്. ഇപ്പൊ ഒരു 12 മണി ആ സമയം കണ്ടായതേ ഉള്ളൂ. അന്നേരം അവിടെ എല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ലേറ്റ് നൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് താമസിച്ചേ തുടങ്ങത്തുള്ളൂ. പകലൊന്നും അധികം ആൾക്കാർ കാണത്തില്ല. അപ്പം അങ്ങനെ തിരക്കൊന്നും അധികം ആയിട്ടില്ല ഇപ്പം. പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്നവരും അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെ വല്ല ആക്ടിവിറ്റീസിനൊക്കെ വരുന്നവരൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വരത്തുള്ളൂ. അപ്പം ആദ്യം ചെന്നപ്പോഴത്തേക്ക് അബി പിന്നെ ഒരു ബൈക്കിനകത്ത് കയറി റൈഡൊക്കെ ചെയ്തു. 4 റൗണ്ടിന് 100 രൂപ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അവിടുന്ന് റൈഡിങ് കഴിഞ്ഞിട്ട് നമ്മള് മുകളില് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നു. അവിടെ വലുതായിട്ട് കാണാനൊന്നും ഇല്ല. അവിടെ കുറെ പടങ്ങൾ മാത്രം ആർട്ട് ഗാലറി പോലെ വെച്ചിട്ടേ ഉള്ളൂ. അതും കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് ഫ്ലോറിലാണ് പിള്ളേരുടെ ഈ ഗെയിം സോൺ ഒക്കെ ഉള്ളത്. പിന്നെ നമ്മൾ അവിടുന്ന് ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോയി. അവിടെ ഫുഡ് കോർട്ടും തിയേറ്ററും കിഡ്സിന്റെ ഏരിയയും എല്ലാം അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മള് മുകളിലെത്തി. മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ക്ലൗഡ്സ് മാതിരി തന്നെയാണ് മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കാണാൻ കൊള്ളാം. അങ്ങനെ നമ്മള് അവരുടെ ഏരിയയിലെത്തി. ഇവിടെ ചുമ്മാ കയറി നിന്ന് കണ്ടിട്ട് കയറി ഇറങ്ങാൻ കൊള്ളാം. എല്ലാത്തിലും കയറണമെങ്കിൽ നല്ല പൈസയാവും. പിന്നെ നമ്മള് അവരെ കൊണ്ട് വന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഒരു കാർഡൊക്കെ എടുത്ത് റീചാർജ് ചെയ്ത് 2-3 ഗെയിമൊക്കെ കളിച്ചിട്ട് പോരുന്നു. പിന്നെ അവർക്കൊരു എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. അതിന് ഇങ്ങനെയാണ് ഓരോ റീചാർജുകളും കൊടുത്തിട്ടുണ്ട്. അവിടെ 200, 250, 300, 500, 1000, 2000 അങ്ങനെ ഓരോ റീചാർജ് ഉണ്ട്. ഓരോ കാർഡ് 50 രൂപ കൊടുത്തൊരു കാർഡ് വാങ്ങിക്കണം. പിന്നെ നമ്മൾ അതിനകത്ത് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഗെയിംസിനകത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അബി ഒരു ഗെയിം എടുത്ത് ഒരു കാർഡ് എന്തായാലും റീചാർജ് ചെയ്തില്ല, എന്തായാലും ഒന്ന് കളിച്ചിട്ട് പോകാന്നും പറഞ്ഞ് കുറെ ബോൾ എടുത്തെറിയുന്ന ഏതാണ്ട് ഒരു ഗെയിം. ഒരു 3-4 റൗണ്ട് ഉണ്ട്. ബോളും കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കണം. ആദ്യം റൗണ്ട് 1 ബോൾ കൊണ്ട് ആ റൗണ്ട് വരുന്നത് മൊത്തം എറിഞ്ഞു പൊട്ടിക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുമ്പോൾ നമുക്ക് 200 രൂപ കൂടെ എക്സ്ട്രാ റീചാർജ് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ചെയ്തു തുടങ്ങിയത്. പക്ഷെ നമുക്ക് അവിടെ ഒരു പോയിന്റ്സ് എഴുതി വെച്ചിട്ട് അതിൽ കൂടുതലൊന്നും കിട്ടത്തൊന്നും ഇല്ല. അവര് ചുമ്മാ എഴുതി വെച്ചേക്കുന്നതാ തോന്നുന്നു. അങ്ങനെ അത്രയൊന്നും കിട്ടിയില്ല. പിന്നെ സെക്കൻഡ് റൗണ്ട് എത്തി, തേർഡ് റൗണ്ട് എത്തി, ഫോർത്ത് റൗണ്ട് എത്തി. എന്തായാലും ഗ്രേഡ് ചെയ്യാന്നൊക്കെ കാണിച്ചായിരുന്നു. പക്ഷെ ഒന്നും റീചാർജ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് കുറെ സ്റ്റിക്കർ കിട്ടി. അതിൽ നിന്ന് കുറെ സ്റ്റിക്കർ വന്നു, കാർഡ് എങ്ങാണ്ട് വന്നു. അതുകൊണ്ട് പുറത്തു കൊടുക്കുമ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞു. 50 രൂപയുടെ ഗിഫ്റ്റ് എങ്ങാണ്ട് കിട്ടി. 50 രൂപയുടെ ഗിഫ്റ്റ്. അത് ഒന്നും ഇഷ്ടപ്പെട്ടോന്നും ഇല്ല കിട്ടിയതൊന്നും. പിന്നെ 50 രൂപയ്ക്ക്, 100 രൂപയ്ക്ക്, 1000-ന്, 500-ന്, 1000-ന് ഒക്കെ ഗിഫ്റ്റുകൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ആർക്കും കിട്ടുമെന്നും കൊടുക്കുമെന്നൊന്നും. കൂടുതലും 50-ന്റെ 100 രൂപയ്ക്ക് ആൾക്കാർക്ക് കിട്ടത്തുള്ളായിരിക്കും. അങ്ങനെ അച്ഛനും മോനും കൂടെ തകർത്ത് പിടിച്ച് ബോൾ എറിഞ്ഞ് അവസാനം ഇത്രയും പോയിന്റ്സ് കിട്ടി. പക്ഷെ അവരുടെ പോയിന്റ്സ് 1950 അങ്ങനെ കണ്ടായിരുന്നു എഴുതി വെച്ചിരുന്നത് അവിടെ. അപ്പൊ അതിലൊന്നും ടച്ച് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്നും കിട്ടിയില്ല. റീചാർജ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ കുറെ സ്റ്റിക്കർ മാത്രം കിട്ടി. അതും കൊണ്ട് പുറത്തു കൊടുത്താല് ഗിഫ്റ്റ് തരുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തായാലും ഒന്നും പറഞ്ഞില്ല. അതും വാങ്ങിച്ച് പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കി. ടോഫി സ്കൂപ്പർ. അതും സ്കൂപ്പ് ചെയ്തിട്ടു. പക്ഷെ അത് പുറത്തോട്ട് വന്നില്ല. അതും പറ്റിയില്ല. അവിടുന്ന് ഒന്നും കിട്ടിയില്ല. ആകപ്പാടെ ദേഷ്യത്തിലായി, കലിപ്പിലായി. പിന്നെ തിരിച്ച്
പിന്നെ കാടിനകത്ത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് ബൈക്ക് റൈഡ് ചെയ്യാൻ പോയി. എന്നാൽ പിന്നെ ബൈക്ക് റൈഡ് എങ്കിൽ ബൈക്ക് റൈഡ് എന്നും പറഞ്ഞിട്ട് അതിൽ വേറെ ഇരുന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് അതെന്തായാലും കുറച്ച് സമയം ഇരുന്ന് ഓടിച്ച് അതിൽ സെക്കൻഡ് പ്ലേസിൽ വന്നു. എന്തായാലും അവർക്കൊരു സന്തോഷം അത്രയല്ല ഉള്ളു. അങ്ങനെ അവനും അത് എൻജോയ് ചെയ്ത് എന്തായാലും ചിലവല്ലേ, അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് കുറച്ചുകൂടെ സന്തോഷം വരുന്നത്. അപ്പൊ അവനവിടെ എൻജോയ് ചെയ്ത് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ബൈക്കിന്റെ ഗെയിം കുറച്ച് ചെയ്ത് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത്, ഫുള്ളെന്ന് പറഞ്ഞാല് 5 മിനിറ്റോളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത്രയും ചെയ്തു. അങ്ങനെ അബി അങ്ങനെ എൻജോയ് ചെയ്ത്. അങ്കിത്തിന് അതിനൊട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ചെയ്യാന്. അങ്ങനെ അബി കാര്യമായിട്ടിരുന്ന് ബൈക്ക് ഓടിച്ച് അതിന്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നു. ഇപ്പം കഴിയും, ഓടിച്ചോടിച്ച് ഇപ്പൊ തീരുമെന്നാ തോന്നുന്നത്. കഴിഞ്ഞില്ല ഇതുവരെ, ആ ചെക്ക് പോയിന്റ് ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. യെസ്, ഹി ഗോട്ട് ദ സെക്കൻഡ് പ്ലേസ്. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ട് എല്ലാം കാലിയാണ്. കാലി എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൂടുതൽ ആക്റ്റീവ് ആവത്തുള്ളൂ. കോടങ്ങൊന്നും ഇല്ല. ഉണ്ടായിരിക്കും, നമ്മൾ ചോദിച്ചാൽ ഉണ്ടാക്കി തരുമായിരിക്കും. ഇതാണ് അവിടുന്ന് 50 രൂപയ്ക്ക് കിട്ടിയ ബോള്. നമ്മുടെ വേൾഡ് മൊത്തം കയ്യിലുണ്ട്. 7 കോണ്ടിനെന്റ്സും 5 ഓഷ്യൻസും എല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ട് ഇത് വേണ്ടെന്നും പറഞ്ഞ് പോരുന്നതാ. പിന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, ചുമ്മാ അതിനെ കളയണ്ടെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോരുന്നതാ. വീട്ടിൽ വന്നപ്പോ പിന്നെ ആവശ്യം വന്നു. വീട്ടിൽ വന്നപ്പോ കളിക്കാൻ വേണമായിരുന്നു. പിന്നെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി പരിപാടിയെല്ലാം കഴിഞ്ഞ് ആ കാർഡിന് ഇനി 6 മാസം വാലിഡിറ്റി ഉണ്ട്. നമുക്ക് വീണ്ടും പോവാണെങ്കിൽ അത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പൊക്കെ ആയി തുടങ്ങി. പിന്നെ വിശപ്പിന് നമ്മളൊരു ഹോട്ടലിൽ കഴിക്കാൻ കയറി. അവിടെ ചെന്നപ്പോഴേ എല്ലാം പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് കയറാന്ന് വിചാരിച്ചു. അന്നേരം അവിടെ ആണെങ്കിൽ ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. അത് ഇതുപോലെ രാത്രി 7 മണിക്കേ തുടങ്ങത്തുള്ളൂ. എല്ലാം ലേറ്റ് നൈറ്റ് കഴിയുന്നുണ്ട്. പിന്നെ നമ്മള് അടുത്ത ഹോട്ടലിൽ വിളിച്ച്, ചൈനീസ് ഹോട്ടലിൽ. അപ്പൊ പിന്നെ ഇതാ ഞാൻ വാങ്ങിച്ച വട. അവിടെ ചെന്നപ്പോഴും കഴിക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് സ്റ്റാർട്ടറായിട്ട് സൂപ്പ് വാങ്ങിച്ച് കുടിച്ച്. എല്ലാരും സൂപ്പും വാങ്ങിച്ചു കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ മാഞ്ചോ സൂപ്പ് നല്ലതായിരുന്നു ടേസ്റ്റ്. കുടിക്കാന്. സൂപ്പ് കഴിച്ചപ്പോഴേ തന്നെ എല്ലാവർക്കും ഒരുവിധം വയറ് നിറഞ്ഞു. അധികം പച്ചക്കറി കഴിക്കുന്നില്ല. പിന്നെ ലോലിപോപ്പും പറഞ്ഞായിരുന്നു. അത് രണ്ടും കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവരെയും വയറ് നിറഞ്ഞു. പിന്നെ നമ്മൾ കഴിക്കാനുള്ള ഫുഡ് ബിരിയാണി നമ്മൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. ബിരിയാണി പാഴ്സൽ ചെയ്തുകൊണ്ട് പോയി. ഉച്ചയ്ക്ക് പിന്നെ വീട്ടിൽ ചെന്നിട്ട് കഴിക്കണം. ഇപ്പൊ നമ്മള് ഹോട്ടലിൽ കയറിയ സമയം എന്ന് പറഞ്ഞാൽ 1:30 ഒക്കെ ആയതേ ഉള്ളായിരുന്നു. അപ്പം അധികം വിശപ്പായിട്ടില്ലായിരുന്നു. അപ്പൊ ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാനുള്ളത് വാങ്ങിച്ചുകൊണ്ട് പോവാന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മള് പാഴ്സൽ ചെയ്ത് വാങ്ങിച്ചു. 2 ബിരിയാണി വാങ്ങിച്ച്. ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് പിന്നെ കുറച്ച് ഗ്രോസറി ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. അപ്പം നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ആർക്കും വലിയ വിശപ്പൊന്നുമില്ല. പിന്നെ ബിരിയാണി നമ്മൾ രാത്രിയിലാണ് കഴിച്ചത്. അപ്പം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അപ്പം ഞങ്ങളുടെ സൺഡേ ഫൺഡേ ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക്